ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ അമിത്ഷായുടെ മാത്രം കുത്തകയല്ലല്ലോ. നിന്ന നിപ്പിൽ മുട്ടുമേ വെച്ചിട്ട് ഒരു സാധനം എഴുതി ഇത് ഞങ്ങൾക്ക് ഗുണകരമാണെന്ന് വിചാരിച്ചിട്ട് ഒരു നിയമനിർമ്മാണം ഒരു രാജ്യത്തിന് പാസ്സാക്കാൻ പറ്റുമോ? അതിൻ്റെ അർത്ഥം നമ്മളെന്താ ബനാന റിപ്പബ്ലിക്കാണ്? ഇതൊരു വലിയ ജനാധിപത്യ രാജ്യമല്ലേ? ഒരു പ്രോസസ്സില്ലേ? എന്തെല്ലാം കടമ്പകളിലൂടെയാണ് ഒരു നിയമനിർമ്മാണം കടന്നു പോകേണ്ടത്? അതായത് എത്രയോ തലമുറകളെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ? ഏതെങ്കിലും നിയമവിദഗ്ധനുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? ഇപ്പോൾ വൺ കൺട്രി വൺ നേഷൻ വൺ ഇലക്ഷൻ, ഓക്കെ, കുറേ കൂടിക്കാഴ്ച നടത്തി, അല്ലെങ്കിൽ ലോ കമ്മീഷനുകൾ പരിശോധിച്ചു, അവർ തിരസ്കരിച്ചു എങ്കിൽ പോലും അതിനൊരു ന്യായം പറയാനുണ്ട്. ഞങ്ങൾ കുറേ ചർച്ച നടത്തിയെന്നുണ്ട്. ഇത് അങ്ങനെ പോലും ഇല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മന്ത്രിയെ 30 ദിവസത്തിനുള്ളിൽ ജയിലിലിട്ടു, അദ്ദേഹം പോയി. പക്ഷേ ഒരു മുഖ്യമന്ത്രി അതുപോലെ പുറത്താക്കപ്പെട്ടാൽ ആ മന്ത്രിസഭ ഇല്ലാതാകും. ഒരു മുഖ്യമന്ത്രിയിലാണ് ഒരു മന്ത്രിസഭ നിൽക്കുന്നത്. ആ മന്ത്രിസഭ രാജിവെക്കേണ്ടി വരും. നോക്കുക, അപ്പം എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് നോക്കുക. അപ്പം വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക്, അതല്ലെങ്കിൽ റിപ്പർക്കഷൻസ്, പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് പൊടുന്നനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ പല്ലും നഖം ഉപയോഗിച്ച് എതിർക്കുന്നതാണ്. അത് മാത്രമല്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ ബില്ലുകൾക്കെതിരെ രംഗത്ത് വരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.